മൂരി ലീഗ് എന്ന് ഓലെ വിളിക്കുമ്പോൾ ഓലിനിക്ക് ഞാനൊരു മുഖ്യ ശത്രുവാണല്ലോ. അപ്പോൾ വെറുതെ ഓലൊരു പേര് എനിക്ക് ഇട്ട് ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ആരാൻ്റെത് തിന്ന് മതിച്ച് നടക്കുന്ന ആൾക്കാരാണ്, ഊസണ ആൾക്കാരാണെന്നുള്ള ഒരു പൊതുധാരണയാണ് ഉള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. അഭിമാനികളായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ലീഗിൽ നിന്ന് പോന്ന ആൾ കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഞാനത് മറിച്ചിടുന്ന ഒരു രംഗം അതിൽ നിങ്ങൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മൾ ആ കസേരമ്മ തൊടാൻ പാടില്ല. കേരള രാഷ്ട്രീയത്തിൽ ഡോക്ടർ കെ ടി ജലീലിന് മുഖവുര ആവശ്യമില്ല. മുസ്ലിം ലീഗിൽ നിന്ന് കലഹിച്ച് പുറത്തു വന്ന അദ്ദേഹം 2006 കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന അതികായനെയാണ് മലർത്തിയടിച്ചത്. പിന്നീട് 3 തവണ തവനൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനൊപ്പം കെ ടി ജലീലിന് വിവാദങ്ങളും പിന്തുടരുന്നുണ്ടായിരുന്നു. കെ ടി ജലീൽ മാതൃഭൂമി സംഘത്തിന് മുമ്പിൽ മനസ്സ് തുറക്കുകയാണ്. സ്വാഗതം ശ്രീ കെ ടി ജലീൽ. നന്ദി. ഒരേ സമയം സാഹിബ്, സഖാവ് എന്നീ പേരുകൾ താങ്കൾക്ക്, അല്ലെങ്കിൽ ഈ പേരുകളിൽ താങ്കൾ വിളിക്കപ്പെടുന്നുണ്ട്. ഇതിലേതാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. ഇപ്പം രണ്ട് വിളിക്കുന്നതിലും തെറ്റില്ല. അങ്ങനെ രണ്ടും വിളിക്കപ്പെടാൻ ഒരു സഖാവിന് അർഹതയുണ്ട് എന്നുള്ളത് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാഹിബ് വേറെ സഖാവ് വേറെ എന്നുള്ള ചില ആളുകളുടെ വിശ്വാസത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്ന ഏർപ്പാടാണ് സാഹിബും സഖാവും ഒരുമിച്ച് ഒരാളെ വിളിക്കുന്നു എന്നുള്ളത്. അങ്ങനെ വിളിക്കുന്നത് തെറ്റല്ല എന്ന ഒരു ധാരണ സൃഷ്ടിക്കാൻ അത് ആവശ്യമാണ്. താങ്കൾ എന്നും CPM-നൊപ്പമാണ്. പക്ഷേ CPM-ൻ്റെ അംഗത്വം സ്വീകരിക്കാൻ താങ്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ്? CPM-ന് അടിമപ്പെടാൻ തന്നെ കിട്ടില്ല എന്നതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഞാൻ CPM-ൽ സാങ്കേതികമായി അംഗത്വം എടുത്തിട്ടില്ലെങ്കിലും CPM-കാരനെ പോലെ തന്നെയാണ്. CPM 3 ജാഥകൾ നടത്തുകയുണ്ടായി. 2 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും 3-ാമത്തേത് ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിലും. ആ 3 ജാഥയിലും ഞാൻ അംഗമായിരുന്നു. അപ്പം ഞാനും CPM-ഉം തമ്മിലുള്ള ബന്ധം ഒരു മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ബന്ധമല്ല, അതിനപ്പുറം ഗാഠമാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ഈ ബന്ധത്തിന് വലച്ചു തട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്? അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ എന്നോട് എടുക്കണമെന്ന് പാർട്ടി പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. CPM-ന് മെമ്പർഷിപ്പുള്ള ആളുകളെ മാത്രമല്ലല്ലോ ആവശ്യം, മെമ്പർഷിപ്പ് ഇല്ലാത്ത നല്ല സഹയാത്രികന്മാരെയും പാർട്ടിക്ക് വേണം. അപ്പോൾ ആ ഒരു നല്ല സഹയാത്രികനായി ഒരു സഹയാത്രികന് ഒരു പാർട്ടി മെമ്പറെ പോലെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമവും കൂടിയാണ് എൻ്റെ ഈ നീക്കം. ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് താങ്കൾക്ക് ഈ സഹയാത്രികൻ എന്നുള്ള ലാബിൽ? സഹയാത്രികൻ ആകുമ്പോൾ നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. വിശ്വാസികളുടെ സമൂഹവുമായി നമുക്ക് നിരന്തരം ബന്ധപ്പെടാൻ വേണ്ടി കഴിയും, സംവദിക്കാനാവും. മറ്റുള്ള സംഘടനകളുമായിട്ടൊക്കെ നമുക്ക് നല്ല ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയും. ഇതൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് ഏറെ പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെയാണ് താങ്കളെങ്കിലും ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ CPM-ലെ ഒരു വിഭാഗത്തെ താങ്കൾ എപ്പോഴും അവഗണിക്കുന്ന ഒരു പരാതി പൊതുവെ നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം എന്നെ ഞാനുമായിട്ട് അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാനങ്ങനെ ആരെയും അവഗണിക്കാറില്ല. എൻ്റെ അടുത്ത് വരുന്ന ഏതൊരാളെയും, പരിചയമുള്ള ആളാവട്ടെ പരിചയമില്ലാത്ത ആളാവട്ടെ, നമ്മളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർക്കൊക്കെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ നിമിഷം ആ മൊമെൻറ്റിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ആരോടും ഒരു തരത്തിലുള്ള വിവേചനവും ഞാൻ കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. പക്ഷേ പല പരിപാടികളും താങ്കൾ പങ്കെടുക്കുന്ന പല പരിപാടികളും പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം അറിയാറില്ല എന്നാണ് അവരുടെ ഒരു ആക്ഷേപം. അങ്ങനെ ഒരു ആക്ഷേപമുള്ളതായിട്ട് ഇന്നേ വരെ, 'എൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല. അത് 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 'എൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടി
ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനുമായിട്ട് സൗഹൃദത്തിലില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ശത്രുപക്ഷത്ത് വളരെ വളരെ അപൂർവം ആളുകളെ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. കാരണം അവർ നമ്മളുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം പല സന്ദർഭങ്ങളിലായി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്. എന്നാൽ പോലും അവരോട് അതൊന്നും ഞാൻ കാണിക്കാറില്ല. വ്യക്തികളാണോ കൂട്ടായ്മകളാണോ ഈ ശത്രുപക്ഷത്ത് താങ്കൾ നിർത്തിയവർ? കൂട്ടായ്മകളൊന്നുമല്ല. അങ്ങനെ സംഘടനകളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യവും ഇല്ല. ചില വ്യക്തികൾ അവർ നമ്മളുടെ ചോരയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അവർ കള്ളത്തരങ്ങൾ, അന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു. അത് ഉത്തമ ബോധ്യം എനിക്കുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനൊപ്പം എഴുത്തുകാരൻ, അധ്യാപകൻ, ചരിത്ര ഗവേഷകൻ, ഇങ്ങനെ പല ലേബലുകൾ താങ്കൾക്കുണ്ട്. താങ്കളുടെ പുസ്തകം എടുത്ത് ഇപ്പോൾ സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ഇതിൽ ഇടക്കാലത്ത് കോടിയേരി ബാലകൃഷ്ണനോട് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, എനിക്ക് അധ്യാപനത്തിലേക്ക് തിരിച്ചു പോകണം, PSMOയിലേക്ക് തിരിച്ചു പോയി ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഇത്തവണ മത്സരിക്കുന്നതിന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ഒരു അവസ്ഥയിൽ KT ജലീലിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ് ഈ ലേബലുകളിൽ, ഈ മേൽവിലാസങ്ങളിൽ? കഴിഞ്ഞ തവണയായിരുന്നു ഞാൻ കോടിയേരിയോട് പറഞ്ഞത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് മാറി നിൽക്കാൻ പാർട്ടി അനുവാദം തന്നിരുന്നു എങ്കിൽ ഞാൻ കോളേജിലേക്ക് തിരിച്ചുപോയി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നീട് പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പാർട്ടി നിർബന്ധമായിട്ടും മത്സരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ആ തീരുമാനത്തിന് പ്രാമുഖ്യം കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ നിശ്ചയിക്കുന്നത്. അധ്യാപകനായാൽ ഒരുപാട് കുട്ടികളുമായിട്ട് നമുക്ക് സംവദിക്കാൻ വേണ്ടി പറ്റും, സംവേദിക്കാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നല്ല ഒരു ശിഷ്യഗണങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ടീച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ച കോളേജിൽ അവസാന വർഷം ഞാൻ കോളേജ് യൂണിയൻ്റെ ചെയർമാനായ സ്ഥാപനത്തിൽ അധ്യാപകനാവുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മോഹമായിരുന്നു. അത് സഫലമായി. അപ്പോൾ ആ അധ്യാപകൻ എന്നുള്ള നിലയിൽ 12.5 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞു. അതിലെ അനുഭവങ്ങൾ ഒരുപാട് പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് കരുത്ത് പകർന്നിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ളതാണോ കൂടുതൽ ഇഷ്ടം? താങ്കൾ പുസ്തകം എഴുതുന്നതിലേക്ക് കൂടുതൽ ഇതാണ്. ഫേസ്ബുക്കിലൊക്കെ താങ്കൾ തന്നെയാണോ ഈ എഴുതുന്നത്? തീർച്ചയായിട്ടും ഞാൻ എഴുതുന്ന എല്ലാം ഞാൻ തന്നെയാണ് എഴുതുന്നത്. ഞാൻ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. ഞാൻ ഒന്നും ഒരാളെയും ഏൽപ്പിച്ചിട്ടില്ല. കൂലിക്ക് ആളെ വെച്ച് എഴുതിക്കുന്ന ഒരു ഏർപ്പാട് എനിക്ക് മുമ്പേ ഇല്ല. ഞാൻ അതിനുവേണ്ടി സമയം കണ്ടെത്തും. പ്രത്യേകിച്ച് യാത്രാ വിവരണങ്ങൾ, ഇതൊക്കെ നമ്മൾ എഴുതുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതിനകം 15 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി. അതിൻ്റെ റിലീസിംഗ് 14-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നടത്തുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് നിയമസഭാ പുസ്തകമേളയിൽ അമേരിക്ക ടു മക്ക യാത്രാവിവരണം എഴുതുകയുണ്ടായി. അത് പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി തന്നെയാണ് പ്രകാശനം ചെയ്തത്, സ്പീക്കർക്ക് കൊടുത്തുകൊണ്ട്. എഴുത്ത്, വായന, ഇതൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കിഷ്ടപ്പെട്ട വിനോദങ്ങളായിരുന്നു. അതിനുശേഷം അധ്യാപകനായപ്പോഴും അത് ഞാൻ തുടർന്നു. പൊതുപ്രവർത്തകനാകുമ്പോൾ കൂടുതൽ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങളൊന്നും വായിക്കാൻ സാധിക്കാറില്ല. എന്നാൽ പോലും പരമാവധി സമയം കണ്ടെത്തി വായനയ്ക്ക് ശ്രമിക്കാറുണ്ട്. ഈ പുസ്തക പ്രകാശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പുസ്തക പ്രകാശനം അന്ന് താങ്കൾ പറയുകയുണ്ടായി, എനിക്ക് ചിലത് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, വൈകുന്നേരം അത് പറയുന്നത്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ താങ്കൾ മലക്കം പറഞ്ഞു. എന്തായിരുന്നു ആ മലക്കം മറിച്ചിരുന്നത്? എല്ലാം തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം CPM-ന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്നല്ല. അങ്ങനെ ഒരു ധാരണ പല ആളുകളിലുണ്ട്. അപ്പോൾ എല്ലാ പത്രക്കാരും ഒരുമിച്ച് വരണം എന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സസ്പെൻസിൽ നിർത്തണം, എന്നാലേ വരുള്ളൂ. അതിൻ്റെ തെളിവായിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് CPM-ന് അനുകൂലമാണ് ഞാൻ പറയുന്നത് എന്ന് വന്നപ്പോൾ എല്ലാവരും ലൈവ് നിർത്തി. അവർക്ക് കേൾക്കേണ്ടത്, അവർക്ക് ജനങ്ങളെ അറിയിക്കേണ്ടത് CPM-ൻ്റെ നന്മ പറയുന്നതല്ല, CPM-ൻ്റെ തിന്മ പറയുന്നതാണ് ആളുകളെ കേൾപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കൂടുതൽ
നെഗറ്റീവിനോടാണ് താല്പര്യം, പോസിറ്റീവിനോട് താല്പര്യമില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. മാധ്യമങ്ങളെ കബളിപ്പിക്കാൻ എന്നല്ല, എല്ലാ മാധ്യമങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ എന്തോ ഒന്നുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരെ നിർത്താൻ എടുത്തിട്ടുള്ള ഒരു ഉപായം തന്നെയാണ്. അതിന് മുന്നേ കൊടുത്ത ബൈറ്റിലൊക്കെ താങ്കൾ പറഞ്ഞത് എനിക്ക് ഇനി ആരെയും പേടിക്കാനില്ല, ഞാൻ സ്വതന്ത്രനാണ്, അതെ, എനിക്ക് ചിലത് പറയാനുണ്ട് പറഞ്ഞാൽ വൈകുന്നേരം പറയുന്നത് ഞാൻ CPM-നൊപ്പമാണെന്നാണ്. അതിലെന്ത് പുതുമയാണ്? അതെ, അതിന് എനിക്ക് ആരെയും പേടിക്കാനില്ല എന്ന് പറയാൻ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും ശക്തികളെ എനിക്ക് ഭയപ്പെടേണ്ടതില്ല. CPM-നോട് അനുകൂലം പറയാൻ ഒരാളെയും എനിക്ക് ഭയപ്പെടേണ്ടതില്ല. കാരണം ഇവിടെ CPM-നെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുകയാണ്. അതിൽ നേതൃസ്ഥാനത്ത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണെങ്കിൽ മതസമുദായ സംഘടനകളോടൊക്കെ തന്നെ നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഘട്ടമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് CPM-ന് അനുകൂലം പറയുക എന്നുള്ളതാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ CPM-ന് വിരുദ്ധം പറയുന്നതല്ല. CPM-ന് വിരുദ്ധം പറയുന്നത് ഒരു ആസ് എ ബിലീവർ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടുള്ള ഒന്ന് മാത്രമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, KT ജലീൽ അത് പറഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അത് PV അൻവർ LDF-ൽ കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങനെ പറയുമ്പോൾ എന്തോ അതിന് പിന്നാലെ എനിക്കും ചിലത് പറയാനുണ്ടെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ നിന്ന് ഈ സമയത്ത് ഈ പറയാൻ വെച്ച സമയത്തിനും ഇതിനുമിടയിൽ എന്തൊക്കെയോ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സത്യത്തിൽ വല്ല ഡീലും നടന്നിട്ടുണ്ടോ? ഒരിക്കലും ഒരു ഡീലും നടന്നിട്ടില്ല. ഒന്നാമത്തത്, ഡീല് നടക്കുകയും വിലക്കെടുക്കാൻ പറ്റുകയും ചെയ്തിരുന്നു എങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് ഞാൻ പുറത്തു പോരേണ്ട പ്രശ്നം തന്നെ ഇല്ലല്ലോ. കാരണം ഡീലിൻ്റെയും അത്തരത്തിലുള്ള പ്രലോഭനങ്ങളുടെയും വാഗ്ദാനങ്ങളുടെയും ഒക്കെ ആളുകളാണല്ലോ പൊതുവെ UDF-കാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളാണ് ഞാനെങ്കിൽ എനിക്കെൻ്റെ പഴയ താവളം വിട്ട് പോരേണ്ട കാര്യമേ ഇല്ല. അൻവറുമായിട്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അൻവർ വിയോജിച്ച് നിന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞു. ശരിയാണ്. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എല്ലാവരും ഇങ്ങനെ കരുതിയിരുന്നത് അൻവറിൻ്റെ കൂടെ ഞാൻ പോകും എന്നുള്ളതാണ്. അപ്പോൾ അൻവറിൻ്റെ കൂടെ പോകാതെ CPM-ൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്നാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്നത്. താങ്കൾ പറഞ്ഞത് അന്ന് അതെൻ്റെ ഒരു ട്രിക്കായിരുന്നു എന്നാണ് ഇപ്പോഴും പറഞ്ഞ ആ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ട്രിക്കാണെന്നുള്ളത്. അതെ, മനഃപൂർവ്വം അങ്ങനെ ഒരു ധാരണ. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ പുസ്തക പ്രകാശനം നല്ല ഗംഭീരാകണം. എന്നാൽ അതുപോലെ തന്നെ ഇടതുപക്ഷത്തോടുള്ള നിലപാട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷർട്ട് മാറ്റുന്നത് പോലെ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷെ താങ്കളെപ്പോലെ ഒരു ഉയർന്ന തസ്തികയിൽ ഇരിക്കുന്ന, അല്ല ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ട്രിക്ക് പ്രയോഗിക്കാവോ എന്നുള്ളൊരു ചോദ്യമില്ലേ അവിടെ? നാട്ടിലെ SFIക്കാർക്ക് പറയാം, MSF-കാർക്ക് പറയാം. KT ജലീൽ അവിടെ നിന്നൊക്കെ ഒരുപാട് വളർന്നില്ലേ? അല്ല, യെസ്, പത്രക്കാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെ എപ്പോഴും എന്താണ് എന്തിനെങ്കിലും ഒരു വിവാദത്തിൽ ആക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്ന പത്രക്കാരെ ചെറുതായിട്ട് നമ്മളും ഒന്ന് പറ്റിക്കുകയാണ് എന്നുള്ള ഒരു ധാരണ അത്ര കണ്ടാൽ മതിയത്. അത് നമ്മൾ തമ്മിൽ പരസ്പരം കൊള്ളലും കൊടുക്കലും ഒക്കെ ഉണ്ടല്ലോ, ആ ഗണത്തിൽ കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. ഇത്തവണ താൻ മത്സരരംഗത്തേക്ക് ഉണ്ടാവില്ല, ഇത്തവണ പാർട്ടി സീറ്റ് തരില്ല എന്നൊരു മനസ്സിലൊരു ധാരണ ഉണ്ടായതുകൊണ്ട് അതുപോലെ പറഞ്ഞതാണ്. അല്ല, പാർട്ടിക്ക് ഞാനൊരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തതാണ്. കാരണം പുതിയ ആളുകൾ ആരെയെങ്കിലും മത്സരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മതത്തോടു കൂടി തന്നെ അതായിക്കോട്ടെ. സമ്മതമില്ലാതെ നമ്മളെ മാറ്റി നിർത്തി എന്നുള്ള ഒരു ധാരണ പാർട്ടിക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ തവണ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഈ പ്രാവശ്യവും വ്യക്തിപരമായിട്ട് എനിക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണം എന്നുണ്ട്. കാരണം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള എൻ്റെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടി ടൈം അവരുമായിട്ടൊക്കെ ചെലവഴിക്കണം, കുറച്ച് യാത്രകൾ നടത്തണം. അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ്, സ്വകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ. അപ്പോൾ അതിനൊക്കെ ജനപ്രതിനിധിയാകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ വേണം, നമ്മളുടെ പ്രസൻസ് വേണം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മത്സരിക്കാതെ നമ്മൾ മാറി നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴും
ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യം മാറി നിൽക്കുക എന്നുള്ളത് തന്നെ. ആ മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനത്തിൽ CPM-ആയിട്ടുള്ള ഒരു വിലപേശലുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു വിലപേശലിൻ്റെ ആവശ്യമില്ല. കാരണം CPM എനിക്കുറപ്പാണ് ഈ ജില്ലയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, ഈ ജില്ലയിൽ എന്നല്ല ഈ സ്റ്റേറ്റിൽ, നമ്മളുടെ രാജ്യത്ത് തന്നെ അത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളിലൂടെ അത് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പാർട്ടിയോട് പറയുക, പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുക്കാം. ഇപ്പോൾ കോൺഗ്രസ്സിൽ, ലീഗിലൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചു പിരിയുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അപ്പോൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് നിലപാടെടുക്കാൻ മലപ്പുറത്തുള്ള ഒരാൾക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് പഴയ ഒരു ലീഗുകാരന് സാധിക്കുന്നു എന്നുള്ളതും ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴും ഒരു കാര്യമുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഏറ്റവും അധികം തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇടത് MLA താങ്കളാണ്. തീർച്ചയായിട്ടും ആ 4 തവണ തുടർച്ചയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ ഇത്തവണ പാർട്ടി നിർബന്ധിച്ച് താങ്കൾ തവനൂരിൽ വന്നാൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളുടെ പ്രവർത്തനമാണ് വിജയങ്ങളുടെ അടിസ്ഥാനം. അപ്പം നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് നമ്മളുടെ പ്രവർത്തനം കൊണ്ടാണ്. ചില തെരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടാവും. വോട്ട് മൊത്തത്തിലുള്ള വോട്ടല്ല കുറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2500 ഭൂരിപക്ഷം ആയുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2011 ആദ്യമായിട്ട് ഞാൻ തവനൂരിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് 68,000ആണ്. രണ്ടാമത്തെ തവണ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ടോട്ടൽ കിട്ടിയ വോട്ട് 69,000 ചില്ലാനമാണ്. കഴിഞ്ഞ തവണ 17,000 വോട്ട് എനിക്ക് ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് എനിക്ക് ടോട്ടലായിട്ട് കിട്ടിയ വോട്ട് 69,000 ചില്ലാനമാണ്. 2,500 വോട്ടായിട്ട് എൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞ സമയത്ത് എനിക്ക് ടോട്ടലായിട്ട് കിട്ടിയ വോട്ട് 70,000 ചില്ലാനമാണ്. അപ്പോൾ ഈ 3 തെരഞ്ഞെടുപ്പിലും 1000 വെച്ച് ഏകദേശം വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭൂരിപക്ഷത്തിൽ എങ്ങനെ വ്യത്യാസം വന്നു എന്ന് ചോദിച്ചാൽ BJPക്ക് കിട്ടുന്ന വോട്ടിൽ മാറ്റം വന്നതാണ് ഭൂരിപക്ഷത്തിൽ വ്യത്യാസം വരാനുള്ള കാരണം. UDFന് 2011 കുറച്ച് BJP വോട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ പോകുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടിൽ കുറച്ച് വോട്ടുകൾ 2011 വന്നു. 2016 BJPയുടെ മുഴുവൻ വോട്ടുകളും BJP തന്നെ പിടിച്ചു. 2021 19,000 വോട്ട് അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 9,000 ചില്ലാനമായിട്ട് കുറഞ്ഞു. വലിയ വോട്ടിൻ്റെ ഡീവിയേഷൻ BJPയുടെ വോട്ടിൽ വന്നു. അപ്പോൾ BJPയുടെ വോട്ടിൽ വരുന്ന ഏറ്റക്കുറവുകളാണ് എൻ്റെ ഭൂരിപക്ഷത്തെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും നിർണയിച്ചത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും LDFനെ കൈവിട്ടില്ല. അപ്പൊ അത് ഏത് രീതിയിലാണ്? 2011 അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ വന്ന തെരഞ്ഞെടുപ്പിൽ, ഞാൻ ആദ്യം വന്നപ്പോൾ വട്ടംകുളം മാത്രമാണ് ഒറ്റയ്ക്ക് LDF ഭരിച്ചിരുന്നത്. എടപ്പാൾ പോലും നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം LDFനും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിനുമായിരുന്നു. ബാക്കി 5 പഞ്ചായത്തിലും UDF ആയിരുന്നു ഭരിച്ചിരുന്നത്, LDF അല്ല. അന്നും ഏകദേശം 9,000-ഓളം വോട്ടുകൾക്ക് UDF LDF വ്യത്യാസം 2010 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 2011 ഞാൻ ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നത്. വ്യക്തിപരമായിട്ട് താങ്കൾക്ക് ഇപ്പോൾ മത്സരിക്കാൻ താല്പര്യമില്ല, പക്ഷേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മത്സരിക്കണില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവല്ലേ നല്ലത്. ഇനി അത് വ്യക്തിപരമായിട്ട് പാർട്ടിയുടെ തീരുമാനം അതിന് മറികടന്ന് വരികയാണെങ്കിൽ മാത്രമേ മത്സരിക്കാൻ ഉണ്ടാവൂ. അതിനെ സംബന്ധിച്ച് അപ്പോഴേ ആലോചിക്കൂ. അതായത് ഒരു സ്ഥാനമൊഴിയുന്ന ഒരു എല്ലാ മാനസിക തീർച്ചയായിട്ടും അതൊക്കെ ഇവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഞാൻ അങ്ങനെ ഒരു മൂഡിലാണ് എന്ന് എൻ്റെ പ്രസംഗം കേട്ടാൽ തന്നെ ഓരോ ആളുകൾക്കറിയാം. നിങ്ങളോട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ പൂർത്തിയാക്കി തന്നു എന്നുള്ള നിലയിൽ തന്നെയാണ് എൻ്റെ നിയോജക മണ്ഡലത്തിലെ ആളുകളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതുവരെ മത്സരിച്ച് തോറ്റിട്ടില്ലാത്ത താങ്കൾക്ക് പരാജയ ഭീതിയാണോ ഇപ്പോഴത്തെ ഒരു അല്ല, എനിക്കൊരു ഭയവുമില്ല. ഞാനങ്ങനെ പരാജയത്തെ ഞാൻ ഭയപ്പെട്ടിരുന്നു എങ്കിൽ 2006 ഞാൻ ഇവിടെ നിൽക്കും. എന്തും സംഭവിക്കാം.
എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാനന്ന് എടുത്തു ചാടിയത്. അന്ന് കെ ടി ജലീൽ പക്ഷെ ഞാനന്ന് നഷ്ടപ്പെടാനൊന്നുമില്ല. വേറൊരു കാര്യം, ഞാൻ പരാജയത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ല മത്സരത്തിനിറങ്ങുന്നു. 2006 ഞാൻ ആദ്യമായിട്ട് മത്സരിക്കും എന്ന് പറയുന്നത് പോലും ജയിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ്. അന്നൊരു പക്ഷേ ഞാൻ മാത്രമായിരിക്കും ജയിക്കും എന്ന് 100% വിശ്വസിച്ചിട്ടുണ്ടാവുക, വേറെ ആരും വിശ്വസിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പരാജയപ്പെടുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ വരാറേ ഇല്ല. തോറ്റാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല. ജയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. താങ്കൾക്ക് ഇപ്പോൾ തവനൂർ മണ്ഡലത്തിലും CPM-നകത്തും ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ആ സ്വീകാര്യത ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത്? CPM-നകത്തും സ്വീകാര്യത ഉണ്ട്, പുറത്തും സ്വീകാര്യത ഉണ്ട്. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് അത്ര വോട്ടില്ലാത്ത പഞ്ചായത്തിൽ പോലും നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത്. കോൺഗ്രസും ലീഗും ഒന്നായാൽ വലിയ തോതിൽ വോട്ട് കുമിഞ്ഞുകൂടുന്ന സ്ഥലമാണ് മംഗലം. ആ മംഗലത്ത് 3000 വോട്ടും 3500 വോട്ടൊക്കെയാണ് സാധാരണഗതിയിൽ അവർക്ക് ലീഡ് കിട്ടുക. അവിടെ ഒരു 1500 വോട്ടായിട്ട് ചുരുങ്ങും. കാലടി പോലുള്ള പഞ്ചായത്തിൽ നമ്മൾക്ക് വോട്ട് ഭൂരിപക്ഷം കിട്ടും. അങ്ങനെയൊക്കെ വരുന്നത് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും നമുക്ക് ആളുകളുമായിട്ട് ബന്ധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും അപ്പുറത്ത് നിന്ന് വോട്ട് നമുക്ക് കിട്ടൂലല്ലോ. അത് കെ ടി ജലീലിൻ്റെ ഒരു വ്യക്തി പ്രഭാവം തന്നെ. അങ്ങനല്ല, വ്യക്തിപ്രഭാവം എന്നല്ല ഞാൻ അതിന് പറയുന്നത്. നമ്മളുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഗാഠതയാണ്. നമ്മൾ ആളുകളോട് എങ്ങനെ പെരുമാറും അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു പ്ലസ്സാണ്. അതെന്നെപ്പോലെ ആര് പെരുമാറിയാലും അവർക്ക് കിട്ടും. അത് ഞാൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോ ഈ വെള്ളാപ്പള്ളി CPM-ഉം കൂടിയുള്ളൊരു സമീപനം, അത് താങ്കളുടെ അഭിപ്രായത്തിൽ അത് ന്യൂനപക്ഷങ്ങളെയും മതേതര വിഭാഗത്തെയും ഒരുപോലെ അകറ്റുന്ന അങ്ങനെ ഒരു ധാരണ? വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ, ഇപ്പോൾ ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ എനിക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. VC-യുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് അന്ന് ഒരൊറ്റ വൈസ് ചാൻസലർമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിട്ടുണ്ടായിരുന്നില്ല. പുതിയതായിട്ട് ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാറക് പാഷയെ കൊണ്ടുവരാൻ CM ഉൾപ്പെടെയുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ വൈസ് ചാൻസലറാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലക്ക് നമുക്കായിരിക്കുമല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം. അതിനെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന പ്രസ്താവന ഇറക്കിയിരുന്നു. ജലീൽ മലപ്പുറത്തിൻ്റെ മന്ത്രിയാണോ? സത്യത്തിൽ ആ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഞാനാണ്, മന്ത്രി എന്നുള്ള നിലയിൽ. ഞാനാണ് ആദ്യമായി മുഖ്യമന്ത്രിയോട്, അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണ് ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ്റെ പേരിടണം എന്ന് ആദ്യമായിട്ട് CM-നോട് പറയുന്നത് ഞാനാണ്, കോടിയേരിയോട് പറയുന്നത് ഞാനാണ്, പാർട്ടിക്ക് മുമ്പിൽ അങ്ങനെ ഒരു അഭിപ്രായം വെക്കുന്നത് ഞാനാണ്. പാർട്ടി അത് 100% അംഗീകരിച്ചു. ശ്രീനാരായണ ഗുരു എന്ന് പേരിട്ടത് കൊണ്ട് ആളുകൾ പൊതുവെ തെറ്റിദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും അവിടുത്തെ ജീവനക്കാർ, വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ എന്നൊക്കെയാണ്. ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ടാൽ അവിടെ കോൺഗ്രസ്സുകാരെ മാത്രമേ വൈസ് ചാൻസലർമാരാക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം എല്ലാ മേഖലയിലും വേണം. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡോക്ടർ മുബാറക് പാഷയെ വൈസ് ചാൻസലറാക്കിയത്. അന്ന് വെള്ളാപ്പള്ളി എനിക്കെതിരായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ മലപ്പുറത്തിൻ്റെ മന്ത്രിയാണ്. ഈ ലീഗുകാരും എന്തേ അന്നതിനെ എതിർക്കാതിരുന്നത്? ഇന്ന് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ എതിർക്കുന്ന സമുദായ സംഘടനകളെ ഒന്നും അന്ന് കണ്ടില്ലല്ലോ. അപ്പം ജലീലിനെ എതിർക്കാം, പ്രശ്നമില്ല. ലീഗിനെ എതിർക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി മലപ്പുറത്തെയും മുസ്ലിം സമുദായത്തെയും എതിരെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കെ ടി ജലീലിനും അതേ സമീപനം തന്നെയാണ്. അത് വെള്ളാപ്പള്ളി പറയുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ്. അങ്ങനെയല്ല, വെള്ളാപ്പള്ളി അത് കറക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം സമുദായത്തെ അല്ല പറയുന്നത്. അപ്പം നമ്മൾ പറയണമല്ല, നിങ്ങൾ മുസ്ലിം സമുദായത്തെ തന്നെയാണ് പറയുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം സമുദായത്തെയോ മലപ്പുറം ജില്ലയെയോ അല്ല പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള
മുസ്ലിം ലീഗിനെയാണ് ഞാൻ പറയുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ തന്ത്രമാണോ? ലീഗിനെതിരെ പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിനെതിരെ ആക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഒരു രീതി വളർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ ആരെങ്കിലും വിമർശിച്ചാൽ, പാണക്കാട് തങ്ങന്മാരെ ആരെങ്കിലും വിമർശിച്ചാൽ അത് സമുദായത്തിനെതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ദുർവ്യാഖ്യാനിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി വരുത്തി തീർക്കുന്നു. എന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളെ, നയങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെയൊക്കെ മുസ്ലിം വിരുദ്ധരാക്കുന്നു. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗും തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു. പിന്നോക്ക സമുദായ മുന്നണി എന്നുള്ള നിലയിൽ, സാമുദായിക സംവരണം ശക്തമായി ആവശ്യപ്പെടുന്ന സംഘടനകൾ എന്നുള്ള നിലയിൽ അവരൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കുട്ടി അഹമ്മദ് കുട്ടി ചെയർമാനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ മുഖ്യ കാർമ്മികനുമായിട്ട്, നേതാവുമായിട്ട് എത്രയോ കാലം ആ മുന്നണി നിലനിന്നിരുന്നു. അപ്പോൾ തങ്ങളുടെ കൂടെ നിന്ന വെള്ളാപ്പള്ളി നടേശന് നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ മുസ്ലിം ലീഗിന് എന്തേ കഴിയാതെ പോയി? എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഇങ്ങനെ വഷളാക്കിയത് മുസ്ലിം ലീഗാണോ? അങ്ങനെ മുസ്ലിം ലീഗ് ആണ് എന്ന് പറയേണ്ടി വരുമല്ലോ. കാരണം നിങ്ങളും ഞാനും തമ്മിൽ, ഞാനും ഉണ്ണിയും തമ്മിൽ ഒരു സൗഹൃദത്തിലാണ്. പക്ഷേ ഉണ്ണി എന്നെക്കുറിച്ച് മോശമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനും ഉണ്ണിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സൗഹൃദം കേവലം പുറംമൂടി മാത്രമായിരുന്നു എന്നാണ്. അകത്തേക്ക് ആ ബന്ധത്തിന്റെ ഒരു ലാഞ്ചനയും ചെന്നില്ല എന്നുള്ളതാണ്. ഇത്ര കൂടുതൽ ഞങ്ങൾ ലീഗിനെ സപ്പോർട്ട് ചെയ്തിട്ട് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശനും SNDPയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് മുസ്ലിം ലീഗുകാരാണ്. അപ്പോൾ അതിൽ ഒന്നാം പ്രതി മുസ്ലിം ലീഗാണെന്ന കാര്യത്തിൽ താങ്കൾ സംശയമില്ല? ഒന്നാം പ്രതി മുസ്ലിം ലീഗ് തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ ജെന്റിൽനെസ്സിലൂടെ, അവരുടെ സമീപനങ്ങളിലൂടെയാണ് മറ്റു മത സമുദായ സംഘടനകളെ ലീഗിന് അനുകൂലമാക്കി മാറ്റേണ്ടത്. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ആളുകളെയും ഞാൻ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് വരികിൽ ഒരാളും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി പറയില്ല, ഞാൻ ഇന്ന ആൾക്കാരെ അവഗണിക്കുന്നു, ഇന്ന ആളുകളെ പരിഗണിക്കുന്നു എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇത്ര കാലം തങ്ങളുടെ കൂടെ നിന്ന വെള്ളാപ്പള്ളിയെ മുസ്ലിം സമുദായം എന്താണ്, മലപ്പുറം ജില്ല എന്താണ് എന്ന് പഠിപ്പിക്കാൻ സാധിച്ചില്ല? മുസ്ലിം ലീഗ് വെള്ളാപ്പള്ളിനെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചു. ലീഗിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചു. അത് തന്നെയാണല്ലോ വെള്ളാപ്പള്ളി പറയുന്നത്. ഞങ്ങൾക്കൊന്നും തന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് അനീതി കാണിച്ചു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. ഒരു സമുദായത്തോടും ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല. പുതിയ കോഴ്സുകൾ കൊടുത്തു. 225 എയ്ഡഡ് കോഴ്സുകളാണ് കൊടുത്തത്. എല്ലാവർക്കും കൊടുത്തു, ഒരാളെയും മാറ്റി നിർത്തിയില്ല. NSSന്റെ ആളുകൾ അപേക്ഷിച്ചില്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട് NSSന്റെ കോളേജിൻ്റെ സെക്രട്ടറിയെ, കോളേജുകളുടെ സെക്രട്ടറിയെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിക്കണം, നിങ്ങൾക്കും കോളേജ് നൽകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അപേക്ഷിക്കാൻ സന്നദ്ധരല്ലായിരുന്നു അവർ. കാരണം 5 വർഷം ഈ കോഴ്സ് പഠിപ്പിക്കേണ്ടുന്ന അധ്യാപകരെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് നിയമിക്കണം. എന്നിട്ട് ഇതിൻ്റെ വയബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ പെർമനൻ്റ് നിയമനം നടത്താവൂ എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ 5 വർഷം ആ കോഴ്സ് അങ്ങനെ ഗസ്റ്റ് ലെക്ചറർമാരെ വെച്ച്, എന്നാലും ശമ്പളം സർക്കാർ കൊടുക്കും, അങ്ങനെ പോകുന്നതിൽ NSSന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരന്ന് അപേക്ഷിക്കാതിരുന്നത്. അത് അവരെന്നോട് പറയുകയും ചെയ്തു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ KT ജലീൽ ഇത്തവണ തവനൂരല്ലാത്തൊരു സീറ്റിൽ മത്സരിക്കട്ടെ എന്നാണ് CPM തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും താങ്കളുടെ നിലപാട്? അത് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ മുമ്പിൽ ഫസ്റ്റ് ചോയ്സ് ഏതായിരിക്കും? അങ്ങനല്ല, ഭാവനാപൂർണമായ ചോദ്യങ്ങളാണ് അതൊക്കെ. അത് എന്താണോ ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇപ്പം നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പം എനിക്ക് വളരെ ഫ്രീ ആണ് ഇപ്പം എൻ്റെ തല. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു ആളാണ് താങ്കൾ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ കിട്ടും എന്നുള്ളത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതാണ്? ഒരിക്കലും ഇല്ല. കാരണം ആർക്കും ഒന്നാം പിണറായി സർക്കാരിലെ ഒരാളും മന്ത്രിമാരായിട്ടില്ലല്ലോ. പാർട്ടി ഒരു പൊതു തീരുമാനം എടുക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആളുകൾ വേണ്ട, അവരെ തൽക്കാലം മാറ്റി നിർത്താം. ഏതെങ്കിലും ഒരാളെ ഉൾക്കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് ഒരല്പമെങ്കിലും
ഇത് എൻ്റെ മനസ്സിലുണ്ടാവുമായിരുന്നു. കാരണം നമ്മൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ, നമ്മൾ മോശമായിരുന്നോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരെയും മാറ്റി നിർത്തി പുതിയ ഒരു ടീമിനെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു പുതിയ ടീം വരണം. ഒരു പുതിയ ടീം എൻറ്റയറായിട്ട് മന്ത്രിമാരായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഒരു റെക്കോർഡ് ഉണ്ടാക്കലും ഒരുപക്ഷെ CPM ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പക്ഷെ താങ്കൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ച് ഒഴിയേണ്ട ഒരു പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞതിന് ശേഷമല്ലേ. തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ വന്നത്. അത് തന്നെ ഒരു വലിയ പിന്നെ ചതിപ്രയോഗത്തിലൂടെ വന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സിറിയക്ക് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ ലോകായുക്തക്ക് ലീഗുമായിട്ടുണ്ടായിരുന്ന ബന്ധം ഒക്കെ സുവിദിതമാണ്. ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കി വിധി പറഞ്ഞ ജഡ്ജിയാണ് അദ്ദേഹം. അതിന് പ്രതിഫലമായിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർഷിപ്പ് അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ ഭാര്യ ജാൻസി ജെയിംസിന് ലീഗിൻ്റെ അന്നത്തെ മന്ത്രി കൊടുത്തതൊക്കെ എനിക്ക് ലീഗിലായിരുന്ന കാലത്ത് അറിയാം. ആ ബന്ധം ഉപയോഗിച്ച് നമ്മളെ രാഷ്ട്രീയത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത്തരമൊരു വിധി ഉണ്ടാക്കിയത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് 1 വർഷം ഡെപ്യൂട്ടേഷൻ കൊടുത്തു എന്നുള്ളതിനാണ് തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ഇതിനപ്പുറഞ്ഞൊരു വിധിയില്ലല്ലോ. അപ്പം ഇതിലും വലിയ ഗാഢമായ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ളൊരു തെറ്റാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കുക? അയാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുക? 1 കൊല്ലം ഒരാൾക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തു എന്നുള്ളതിന് തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നത് എങ്കിൽ കോടികൾ അഴിമതി നടത്തിയ കൊള്ള നടത്തിയ ഒരാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും? അതൊരു കോൺസ്പിറസി തന്നെയായിരുന്നു. അത് കോൺസ്പിറസി ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് 2ാം പിണറായി സർക്കാർ വന്ന ഉടനെ തന്നെ ആ നിയമം ഭേദഗതി ചെയ്തു. കാരണം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഈ വിധിക്കെതിരായിട്ട് നമുക്ക് പോകാൻ അന്നത്തെ ലോകായുക്ത നിയമം അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നമ്മൾ അതിനെ ചോദ്യം ചെയ്തിട്ട് കേസ് ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. കോടതി പറഞ്ഞു, നിയമത്തിൽ എന്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ലോകായുക്തയുടെ നിയമത്തിനെതിരായി, അയാളുടെ വിധിക്കെതിരായി എവിടെയും പോകാൻ കഴിയില്ല എന്നാണ് നിയമത്തിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് സ്റ്റേ തരിക, ഇത് ഫയലിൽ സ്വീകരിക്കുക? അപ്പോൾ അത് മാറ്റി. കാരണം ഇനി ഇതുപോലെ ഒരു ഗൂഢാലോചന ഒരാൾക്കെതിരെയും ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ലോകായുക്തമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തരുത്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് അങ്ങനെ ഒരു മന്ത്രിയെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് അനുവാദമില്ല. ഒരാൾക്കും ലോകത്ത് അനുവാദമില്ല. ലോകായുക്തയുടെ ഈ നിയമത്തിൽ, നമ്മളുടെ നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ ഒഴികെ. അതുകൊണ്ടാണ് അത് മാറ്റിയത്. അത് മാറ്റിയതിലൂടെ തന്നെ എനിക്കെതിരായി നടന്നത് ഒരു കോൺസ്പിറസി ആയിരുന്നു എന്ന് സർക്കാരും മുന്നണിയും അംഗീകരിച്ചു എന്നതിൻ്റെ കൂടി തെളിവാണത്. 10 വർഷം തവനൂരിന് വേണ്ടി പരമാവധി ചെയ്തു. അത് പറഞ്ഞിട്ടാണ് താങ്കൾ കഴിഞ്ഞ തവണ ഇലക്ഷനെ നേരിട്ടത്. എന്നിട്ടും പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു. താങ്കൾ പറഞ്ഞ പോലെ വോട്ട് എണ്ണം കൂടിയിട്ടുണ്ട്. തവനൂരിന് പണ്ടത്തെ പോലെ താങ്കളോട് സ്നേഹമില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം കുറഞ്ഞത് BJPക്ക് വോട്ട് കുറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ അല്ലേ ഉണ്ണി? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മത്സരിച്ചത് BJP അല്ല. BJP വളരെ തന്ത്രപൂർവം കഴിഞ്ഞ പ്രാവശ്യം എന്നെ തോൽപ്പിക്കൽ BJPയുടെ കൂടി ഒരു ലക്ഷ്യമായിരുന്നു. അതിൻ്റെ കാരണം ഖുറാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം ED അന്വേഷിക്കുന്നു. യാതൊന്നും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ. അതിലൂടെ ജാള്യതയിൽ അകപ്പെട്ടു പോയത് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളുമാണ്. NIA, കസ്റ്റംസ്, ED. ഈ 3 ഗജകില്ലാടിമാരായിട്ടുള്ള ഏജൻസികൾ അന്വേഷിച്ചിട്ട് ഒരു തരിമ്പെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആ ദേഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും മോനൊന്ന് ശരിയാക്കണം എന്നവരും തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് BJPക്ക് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ള തവനൂർ നിയോജക മണ്ഡലം അവർ BDJSന് കൊടുത്തത്. BJP അല്ല മത്സരിച്ചത്. അപ്പോൾ വോട്ട് കുറയുമ്പോൾ ഇവർക്ക് ന്യായം പറയാം. എന്ത്? അത് ഞങ്ങൾ താമര ചിഹ്നത്തിൽ മത്സരിക്കാത്തത് കൊണ്ടാണ് കിട്ടാതിരുന്നത്. ഞങ്ങൾ BDJSന് കൊടുത്ത് എന്ത് BDJS?
അപ്പോൾ VDJS ആളുകൾ വോട്ട് ചെയ്തില്ല, BJP അനുഭാവികൾ വോട്ട് ചെയ്തില്ല. അങ്ങനെ സംഭവിച്ചതാണത് എന്ന് പറയാം എന്ന് കരുതിയിട്ടാണ് അതുപോലും അവർ ചെയ്തത്. അപ്പോൾ എത്ര മാത്രം ലീഗും BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ലീഗുകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് വേഷം കെട്ടിച്ച് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നു. അതും ഒരു രാഷ്ട്രീയക്കാരനല്ല, ചാരിറ്റിയൊക്കെ നടത്തി ആളുകൾക്കിടയിൽ പ്രചാരവും പ്രശസ്തിയും നേടിയിട്ടുള്ള ഒരാളെ കൊണ്ടുവരുന്നു, ഒരു പൊതുസമ്മതൻ എന്നുള്ള നിലയിൽ. അങ്ങനെ പൊതുസമ്മതനെ കൊണ്ടുവന്നിട്ടും തവനൂരുകാർ എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. താങ്കൾ MLA ആയി, മന്ത്രിയായി, ഇനി ഒരു സ്പീക്കറായാൽ കൊള്ളാം എന്നുണ്ടോ? അതിപ്പോ ഓരോരുത്തർക്ക് എന്തും പറയാമല്ലോ. രാജേഷിന് എന്തും പറയാം അല്ലേ? അല്ല, ആഗ്രഹം കേട്ടോ വെച്ചാൽ അങ്ങനെ നമ്മൾ എന്തിനാണ് ഇത് തന്നെ ധാരാളം. മലപ്പുറം ജില്ലയിൽ നിന്ന് ലീഗ് വിട്ടുപോയ ഒരു മനുഷ്യൻ MLA ആകുന്നത് ചരിത്രത്തിലാദ്യമാണ്. അംസാക്ക് MLA ആയിട്ടുണ്ട്. അംസാക്ക് ലീഗിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. PV അൻവർ MLA ആയിട്ടുണ്ട്, ലീഗിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. അബ്ദുറഹിമാൻ MLA ആയിട്ടുണ്ട്, ലീഗിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. V അബ്ദുറഹിമാൻ KPCC അംഗമായിരുന്നല്ലോ, കോൺഗ്രസ് നിന്നാണ് പോകുന്നത്. കോൺഗ്രസ് നിന്ന് പോകുന്ന ആളുകൾ മലപ്പുറം ജില്ലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ലീഗിൽ നിന്ന് പോകുന്ന ആള് കേരളത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. കേരളത്തിൽ അപ്പൊ ഇനി പറയുമ്പോൾ അതുകൂടി പറയാലോ, സ്പീക്കറും കൂടി ആയിട്ടുണ്ട്. അല്ല, അത് വേണ്ടല്ലോ, ഇത് തന്നെ ധാരാളം. 4 തവണ പിന്നെ മത്സരിച്ചു, 1 തവണ മന്ത്രിയായി. അതും നമുക്ക് നല്ല സ്ഥാനങ്ങളും നല്ല നിലയും വിലയും പരിഗണനയും CPM നൽകിയിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഇപ്പോഴും കുറ്റിപ്പുറത്തെ വിജയമാണോ ഏറ്റവും മധുരമുള്ളതായിട്ട് വിചാരിക്കുന്നത്? കുറ്റിപ്പുറത്തെ വിജയം തന്നെയാണ് ഏറ്റവും മധുരമായിട്ടുള്ള വിജയം. കാരണം ആ വിജയത്തിന്റെ അടുത്തെത്താൻ ഒരു വിജയത്തിനും കഴിയില്ല. അത്ര ആവേശത്തോടുകൂടി താങ്കൾ മത്സരിച്ചിട്ടില്ല ഒരു തവണയും? ഇല്ല, മത്സരിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് ജനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നൊന്നും പറയുന്നത് പിരിക്കേണ്ടിയേ വന്നിട്ടില്ല. ഓരോരുത്തരും അവരവരുടേതായിട്ട് അങ്ങോട്ട് എടുക്കുകയും. അന്ന് താങ്കളെ പിന്തുണച്ച പലരെയും താങ്കളും പിന്തുണച്ച അവരും തള്ളിപ്പറയുന്ന, പരസ്പരം തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടായി. ഉദാഹരണം ജമാഅത്ത് ഇസ്ലാമി. അതെ, ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല. ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഈ വെൽഫെയർ പാർട്ടി രൂപീകൃതമായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ മേഖലയിലുള്ള ഇൻ്റർവെൻഷൻ വ്യക്തത വന്നത് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതോടുകൂടിയാണ്. ഞാൻ മത്സരിക്കുന്ന 2006 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് അവർ മൂല്യം നോക്കി പല ആളുകൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. 2 മുന്നണികൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അവരും അവരെപ്പോലെ മറ്റു പലരും കോൺഗ്രസ്സിലെ, ലീഗിലെ ഒരു വിഭാഗം, അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. കാരണം ഇവിടെ കിട്ടുന്ന UDFന് കിട്ടുന്ന ഭൂരിപക്ഷം ടോട്ടൽ വോട്ടായിട്ട് ആർക്ക് കിട്ടാറില്ല? LDFന് കിട്ടാറില്ല. 20,000 22,000 ആണ് നമ്മളുടെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് LDFന് കിട്ടിയത്. പക്ഷെ നമുക്ക് കിട്ടിയത് 66,000 വോട്ടാണ് അന്ന് നമുക്ക് കിട്ടിയത്. പൊതുപ്രവർത്തനങ്ങളുടെ 1 രൂപ പോലും താങ്കൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പല സ്ഥാപനങ്ങളിലും താങ്കൾ ബിനാമിയാണെന്ന് ആരോപണമുണ്ടല്ലോ. ഈ ആളുകൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രാജേഷ് എൻ്റെ ഒരു സുഹൃത്താണ്, അവന് ഒരു ബിസിനസ് തുടങ്ങുന്നു. ഞാൻ അവിടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ പോവും. ആ വഴിക്ക് പോകുമ്പോൾ രാജേഷ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങും. കാരണം രാജേഷ് നമ്മളുടെ സുഹൃത്താണ്. രാജേഷിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ സമ്പന്നരായിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളുണ്ട്, അവരോരോ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ടാവും. ആ സംരംഭം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതിന് എന്തെങ്കിലും തരത്തിൽ വിജയിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് മറ്റാളുകൾ വിചാരിക്കുന്നത് ഇയാൾക്ക് ഷെയർ ഉള്ളത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ കൂടെ നടക്കുന്നത്, ഇവരുടെ ചങ്ങാത്തം അല്ല. സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ, അവരുടെ സംരംഭം, ആ സംരംഭം 101% അവരുടേതാണ്. പിന്നെ നമുക്കതിലൊക്കെ ഷെയർ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കാണാമല്ലോ.
അല്ല, അതൊരു മോശം കാര്യമല്ലല്ലോ. അല്ല, മോശം, പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ അങ്ങനെ ഒരു ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകും. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ബന്ധം, സ്വാധീനം, ഇതൊന്നും വെച്ചിട്ട് ഒരു ബിസിനസ്സിലും പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റോ ചെയ്യാൻ പാടില്ല. താങ്കൾക്കപ്പോൾ ഈ MLA വരുമാനമല്ലാതെ വേറൊരു വരുമാനവും വേറെ ഒരു വരുമാനമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഇവിടെ കാണണ്ടേ? ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു, എൻ്റെ വീട്ടിൽ വന്നു, ഇവിടെ കാണണ്ടേ? ഈ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു 20 വർഷത്തോളം MLA ആയിരുന്ന സമയത്ത് ഏതെങ്കിലും ഇടപെടലുകൾ പിഴച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണം, സ്വർണത്തിൻ്റെ മറവിൽ, ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണം വന്നു, ബന്ധു നിയമനത്തിൻ്റെ പേരിലുള്ള ആരോപണം വന്നു. അതിനൊക്കപ്പുറത്ത് നിയമസഭയിൽ സ്പീക്കറുടെ കസേര മറിച്ചിടുന്ന KT ജലീലിൽ നിന്നുള്ള ഒരു അധ്യാപനയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതി ഉണ്ടായി. ഇതിലൊക്കെ എവിടെയെങ്കിലും പിഴച്ചതായിട്ട് തോന്നിയിട്ടുണ്ട്? അല്ല, ഞാൻ അന്ന് യഥാർത്ഥത്തിൽ കസേര മറിച്ചിട്ടതല്ല. നിങ്ങൾ അതിൻ്റെ ക്ലിപ്പിംഗ് മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ആ ബഹളത്തിനിടയിൽ കസേര ആരോ മറിച്ചിട്ടു. അത് മറിച്ചിട്ട രൂപത്തിൽ അവിടെ കിടക്കുകയാണ്. ഞാനത് നിവർത്തി വെച്ചിട്ട് മൂലക്കിലേക്കാണ് നീക്കി വെച്ചു. കാരണം അതിന് ചക്രമുണ്ട്, അപ്പോൾ അത് ഉന്തിയാൽ മതി. ഒരു ഉന്ത് കൊടുത്തിട്ട് അതവിടെ ആ മൂലക്കൽ പോയി നിന്നിട്ടുണ്ട്. പിന്നെ അത് ഇന്നെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഞാനല്ല അത് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ ചെയ്തതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവിടെ പൊട്ടിക്കിടുന്ന അല്ലെങ്കിൽ യഥാസ്ഥാനത്ത് നിന്നും മറിച്ചിടപ്പെട്ട കസേര അവിടെ നിന്ന് നിവർത്തി ആ മൂലയിലേക്കൊന്ന് അങ്ങോട്ട് തള്ളി വെക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ശരിയാക്കാൻ വേണ്ടിയാണോ താങ്കൾ സ്പീക്കറുടെ ഡയസിൽ കയറിയത്? അല്ല, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടല്ല കയറിയത്. പക്ഷേ അല്ല, അതൊക്കെ അത് നോക്കിയാൽ അറിയാമല്ലോ. പക്ഷെ ഒരിക്കൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധമായിരുന്നു. പക്ഷെ അത് തൊടാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ കസേരമ്മേ അത് മറിച്ച് അവിടെ കിടന്നോട്ടെ. അതുമ്മ തട്ടിത്തടഞ്ഞ് ആര് വീഴുകയാണെങ്കിലും വീണോട്ടെ, പരിക്ക് പറ്റുകയാണെങ്കിൽ പരിക്ക് പറ്റിക്കോട്ടെ എന്നാണ് ഞാൻ കരുതേണ്ടിയിരുന്നത്. തൊട്ടു എന്നുള്ളത് തെറ്റെന്നാണ്. അല്ല, ഡയസിൽ കയറിയത് തെറ്റല്ല. ഡയസിൽ കയറിയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യം. വേറെ ഒരു ഘട്ടത്തിലും ഞാൻ കയറിയിട്ടില്ലല്ലോ. അന്നൊരു വലിയ വിവാദം നടക്കുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സമരത്തിലാണ് എനിക്ക് ഡയസിൽ കയറേണ്ടി വന്നത്. അത് ഞങ്ങളൊക്കെ ഡയസിൽ കയറിയിട്ടുണ്ട്. അതൊരു തെറ്റേ അല്ല. പക്ഷേ ഞാൻ തെറ്റാണ്. എനിക്കത് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മൾ ആ കസേരമ്മ തൊടാൻ പാടില്ല. താങ്കളത് നീക്കി ഒരു ഭാഗത്തേക്ക് വെച്ചു എന്നാണ് എപ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് നോക്കൂ. ഞാനത് മറിച്ചിടുന്ന ഒരു രംഗം അതിൽ നിങ്ങൾ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കാം. താങ്കളൊരു നല്ല കുട്ടിയായിട്ട് അവിടെ അങ്ങനെ നല്ല കുട്ടിയാകാൻ പാടില്ല. കാരണം ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നന്മ ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സ്ഥാപനം നശിക്കുന്നു എന്ന് വന്നപ്പോഴാണ് ബാങ്ക് പോലുള്ള ഒരു മേഖലയിൽ നിന്ന് ഒരാളെ ഒരു കൊല്ലം ഡെപ്യൂട്ടേഷൻ കൊണ്ടുവന്ന് ആ സ്ഥാപനം ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു മുറുക്കാൻകട പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സ്ഥാപനം നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ. താങ്കളുടെ ഫോക്കസ് ബന്ധു അല്ലായിരുന്നു, ഈ സ്ഥാപനമായിരുന്നു. ഉറപ്പ്. പിന്നെന്താ കാരണം എൻ്റെ ഈ ബന്ധു എന്ന് പറയുന്നത് ഇപ്പം എവിടെ വർക്ക് ചെയ്യുന്നത് അറിയുന്നത്? ബാങ്ക് ഓഫ് ബറോഡയിൽ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയിൽ കൊച്ചിയിലെ ചീഫ് മാനേജറാണ് അയാൾ. സതുദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. വേറെ ഒരാളും ബാങ്കിങ് മേഖലയിൽ നിന്ന് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ തയ്യാറില്ലായിരുന്നു. കാരണം അത്ര ശമ്പളമില്ല. അതുകൊണ്ട് ആരും വരില്ല. ആരാ പവനാൻ്റെ ശമ്പളം കുറച്ചിട്ട് ഇത് ശരിയാക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഇവനോട്, എൻ്റെ ബന്ധു ആയതുകൊണ്ട് ഞാനോട് പറഞ്ഞു, ഈ എൻ്റെ തൊഴിലിൻ്റെ സക്കാത്തായിട്ട് കണ്ടാൽ മതി ആ ശമ്പളത്തിലെ കുറവ് എന്നാണ്. ഒരു കൊല്ലം ഈ വന്നിട്ട് അതൊന്ന് ചിട്ടമട്ടത്തോട് കൂടിയിട്ട് ഒന്നാക്കി തരണം. കാരണം അതൊരു ശരിക്കൊരു ബാങ്ക് തന്നെയാണ്, അത് ധനകാര്യ സ്ഥാപനം തന്നെയാണ്. അപ്പം അതിനെ നേരാക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ നിന്ന് തന്നെ ഒരാൾ വരണം. അങ്ങനെ വന്ന് ഈ ഒരു കൊല്ലം വന്നത് ശരിയാക്കി തന്നാൽ മതി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. താങ്കളുടെ ഉള്ളിലെ നന്മ ആരും കാണാതെ പോയി ഈ വിഷയത്തിൽ. അല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനൊന്നും നമ്മൾ വിചാരിക്കരുത്. എങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം കൂടി അങ്ങോട്ട് നന്നാക്കി കളയാം എന്നൊന്നും ഒരിക്കലും
ഒരിക്കലും ചിന്തിക്കുക. അത് നശിക്കുകയാണെങ്കിൽ നശിച്ചോട്ടെ എന്നാണ് തീരുമാനം. വലിയൊരു തിരിച്ചറിവായിരുന്നു. വലിയൊരു തിരിച്ചറിവ് വരും. അത് വ്യക്തിബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മളുണ്ടല്ലോ ആളുകളെ ഭയങ്കരമായിട്ട് പിന്നെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുക, അതൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ ഒക്കെ ഒരു ദൂരവും പരിധിയും വിട്ട് ചെയ്താൽ നമുക്ക് വലിയ ദുഃഖം ഉണ്ടാവില്ല. മറ്റത് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളുടെ മനസ്സിന് വേദന ഉണ്ടാവും. ഞാനത് ഇങ്ങനെ നല്ല ഉദ്ദേശത്തിൽ ചെയ്തത് ഇങ്ങനെ ധരിച്ചല്ലോ, മറ്റത് ആ ഒരു ബോധം ഉണ്ടാവില്ല. ആളുകളുടെ വിചാരം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആരാൻ്റെത് തിന്ന് മതിച്ച് നടക്കുന്ന ആൾക്കാരാണ്, ഊസുന്ന ആൾക്കാരാണെന്നുള്ള ഒരു പൊതുധാരണയാണ് ഉള്ളത്. സത്യത്തിൽ അങ്ങനെയല്ല. അഭിമാനികളായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. അഭിമാനികളായിട്ടുള്ള ഒരു 10 പൈസ പിന്നെ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റുള്ളവരെ കൊടുക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. അപ്പം എല്ലാവരെയും ആ ഗണത്തിൽ കൂട്ടരുത്. ഇതോടെ കൂടിയിട്ടാണോ ഇനി മത്സരിക്കുന്നതില്ല എന്ന് തീരുമാനിച്ചത്? അല്ല, ഇതൊരു കാരണമാണോ? അങ്ങനെ ഈ 20 കൊല്ലം ആയല്ലോ. അതുകൊണ്ട് പാർട്ടിക്ക് പുതിയ ആളുകളെ പിന്നെ നിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുക്കേണ്ടതാണ്. അവസാനമായി മുസ്ലിം ലീഗിന് താങ്കളോട് എന്താണ് ഇപ്പോഴിത്ര ഒരു വല്ലാത്തൊരു വിരോധം? ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ പേര് വെച്ച് വരെ താങ്കളെ നിരന്തരം അവർ പരിഹസിക്കുകയോ അധിക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിനെ നേരിടുന്ന കാര്യത്തിൽ താങ്കളും മോശക്കാരനല്ല, ഒരു പോരാളിയുടെ ഒരു SFIക്കാരൻ്റെ മനസ്സോടുകൂടി അവരെ നേരിടുന്നുണ്ട്. അതെ. ഇപ്പോൾ മുസ്ലിം ലീഗിനോടുള്ള യോജിപ്പും വിയോജിപ്പും എന്താണ്? അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂരി ലീഗ് എന്നാണല്ലോ പറയാം. അപ്പം അങ്ങനെ മുസ്ലിം ലീഗിനെ വിളിക്കുന്നത് കൊണ്ട് അവരെന്നെ ആട് എന്ന് പറയും. എങ്ങനെ ഈ പേര് വന്ന്? അത് തന്നെ ഇതിന് പകരം മൂരി ലീഗ് എന്ന് ഓലെ വിളിക്കുമ്പോ ഓലെനിക്ക് ഞാനൊരു മുഖ്യ ശത്രുവാണല്ലോ. അപ്പൊ വെറുതെ ഓലൊരു പേര് എനിക്ക് ഇട്ട് ആട് എന്ന് പറയും. എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ആട് എന്നല്ലേ പറഞ്ഞോളൂ. വേറെ എത്ര മൃഗങ്ങളുണ്ട് അതൊന്നും പറഞ്ഞില്ല.